അപ്പോൾ നമ്മുടെ നോമ്പൊരുക്കങ്ങൾ പാർട്ട് 2 ആട്ടോ ഇന്ന് കാണിക്കുന്നത്. ഞാൻ മുന്നേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെത്തേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ചെയ്തു വെക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് കേട്ടോ. അപ്പം ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചിക്കുവാണ്. അത് ഇതുപോലെ തൊലി കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഒന്നുകിൽ ഇതുപോലെ ഇട്ടായിട്ട് ബോക്സിലോ അല്ലെങ്കിൽ ഇതുപോലൊരു സിബ്ലോക്ക് കവറിലോ വെക്കാം. സിബ്ലോക്ക് കവറിൽ വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരുപാട് സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അധികം സിബ്ലോക്ക് കവറിലാട്ടോ ഇപ്പോൾ ചെയ്യൽ. പിന്നെ രണ്ടാമതായിട്ട് ചെയ്തു വയ്ക്കുന്നത് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കുറച്ച്, ഒരുപാടൊന്നുമില്ല കേട്ടോ. ഒരുപാട് വെച്ചാൽ അതിങ്ങനെ മുളച്ച് വരികയൊക്കെ ചെയ്യും. കുറച്ച് ഞാൻ തൊലിച്ച് വെക്കാറുണ്ട്. അത്യാവശ്യം എല്ലാത്തിലേക്കും ചെറിയ ഉള്ളി ആവശ്യമായിട്ട് വരാറ്. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കറികളിലേക്ക് ആവശ്യം വറവിട്ടെടുക്കാൻ, അതുപോലെ തന്നെ നമുക്ക് തരിക്കഞ്ഞി എന്നും ഉണ്ടാക്കാറുണ്ട്, അതിലേക്ക് വേണം നെയ്യിൽ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് അധികം ടൈം ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ തൊലി കളയാൻ വേണ്ടിയിട്ട് ഈസിയാണല്ലോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് തൊലിച്ചെടുക്കും. ചിലതൊക്കെ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുള്ളത് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറുള്ളി കുറച്ചൊന്ന് ആക്കി എടുത്ത് വെക്കാറുണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചെടുത്ത് വെക്കാറുണ്ട്. എന്നിട്ട് ഇതുപോലെ എല്ലാം തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യും. ഇതുപോലെ വാഷ് ചെയ്തതിന് ശേഷം അതുപോലെ അങ്ങ് എടുത്ത് വെച്ചാൽ അത് നാശമായി പോകും കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ആക്കി എടുക്കുക, ഒപ്പിയെടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് വെള്ളം അല്ലെങ്കിൽ ഒരു ടിഷ്യൂലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒപ്പിയെടുക്കണം. അതിന് ശേഷം നമ്മൾ ഏതിലാണോ ഇത് എടുത്ത് വെക്കുന്നത് അതിലേക്കൊരു ടിഷ്യൂ വെക്കുക, അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് നാശമായി പോവില്ല. വെള്ളത്തിൻ്റെ അംശമൊക്കെ തട്ടിയിട്ട് നാശമായി പോകില്ല. ഇതുപോലെ ആ ഒരു ക്ലോത്ത് ഒരു ടിഷ്യൂ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കവർ ചെയ്തിട്ട് അടച്ചു വെക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ നോമ്പിന് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ എല്ലാ നോമ്പിനും ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതുപോലെ നമ്മുടെ ജ്യൂസ് മുന്തിരി ഉണ്ടല്ലോ, അത് കുറേ സമയം വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. ഇതിൽ നല്ല വിഷമെന്നൊക്കെ പറയണ കേൾക്കാം അല്ലേ, നല്ല കീടനാശിനി യൂസ് ചെയ്തിട്ടാണ് ഇത് വരുന്നതെന്നൊക്കെ. അപ്പോൾ അത് കുറേ സമയം കുറച്ച് വിനാഗിരി ഒഴിച്ച് വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒപ്പം നിൽക്കുന്ന അത്ര വെള്ളവും അതിലേക്ക് അത്യാവശ്യം പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും കേട്ടോ. കുറച്ച് സമയമല്ല, നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ കേട്ടോ. ജ്യൂസ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായിട്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ട് അതിലുള്ള ബോൾസും എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വരണം കേട്ടോ. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തൊലിയിൽ നിന്നൊക്കെ കളർ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വരണം. നന്നായിട്ട് തന്നെ അങ്ങ് ഉടയുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്, ഈ രീതിയിലായി കിട്ടണം കേട്ടോ. എന്നിട്ട് ചൂടാറാൻ വെയിറ്റ് ചെയ്യുക. ചൂടാറിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു അരിപ്പയിലൂടെ ഇതുപോലെ അരിച്ചിട്ട് നമുക്ക് ഏതിലാണോ സൂക്ഷിച്ച് വെക്കുന്നത് അതിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കണം. അപ്പോൾ ഇതിൽ ഈ ഒരു ചണ്ടിയിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നല്ല തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്തിട്ട് വേണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കാനുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ അതിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ ഇതുപോലെ പിന്നെ ആവശ്യ നേരത്ത് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് എത്രയാണ് വെള്ളം കൂട്ടേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയിട്ട് മിക്സിയിൽ അടിക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താലോ നമ്മുടെ ജ്യൂസ് റെഡി ആവും കേട്ടോ. പിന്നെ കഴിഞ്ഞ നോമ്പിനൊക്കെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കിയിരുന്ന ഒരു ജ്യൂസാണ് പൈനാപ്പിൾ ജ്യൂസ്. അപ്പോൾ അത് ഞാൻ 2 എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ട് അതും നമ്മുടെ സിബ്ലോക്ക് കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാംഗോ അതും കുറച്ചെടുത്തിട്ട് സിബ്ലോക്ക് കവറിലാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് സിബ്ലോക്ക് കവറിലാക്കി വെച്ചിട്ട് ഇങ്ങനെ സിബ്ലോക്ക് കവറിലായതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചൊക്കെ ഒരു മൂലയിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് സ്പേസ് ആവശ്യമില്ല വരില്ല കേട്ടോ. പിന്നെ ഞാൻ ചെയ്ത് വെക്കുന്നത് ചെറുനാരങ്ങ, ലൈം അധികം വീട്ടിലും എപ്പോഴും നോമ്പിന് വേണ്ടി വരുമല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ടിഷ്യൂ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. പെട്ടെന്ന് ചീത്ത ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചെറുനാരങ്ങ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കണം കേട്ടോ. അതിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ ടിഷ്യൂ വെക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഐറ്റംസ് മുന്തിരി ജ്യൂസ് മാത്രം ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. ബാക്കിയെല്ലാം ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം കട്ട് ചെയ്തതൊക്കെ ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ സിബ്ലോക്ക് കവറിലാവുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് ആവശ്യത്തിന് നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ബോട്ടിലോ എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റിൽ ഐസ് പോവാതെ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്